നമസ്കാരം. എല്ലാവർക്കും ബയോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ചാപ്റ്ററിലെ RNAi അഥവാ RNA ഇന്റർഫറൻസ് എന്ന ടോപ്പിക്കാണ് റിവിഷൻ ചെയ്യുന്നത്. പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും RNAi എന്ന് പറയുന്നത്, അല്ലേ? സാരമില്ല, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് RNA എന്താണെന്ന് ഒരു ചിത്രത്തിലൂടെ പഠിക്കാം. പോകാം വീഡിയോയിലേക്ക്. RNAi എന്തിനാണ് ഉപയോഗിക്കുന്നത്? എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? RNAi എന്ന് പറയുന്നത് RNA ഇന്റർഫറൻസ്. അത് നമ്മുടെ യൂക്കാരിയോട്സിന്റെ ബോഡിയിൽ നടക്കുന്ന ഒരു സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമാണ്. അതായത് ഓരോ യൂക്കാരിയോട്സ് ഓർഗാൻസിന്റെ ബോഡിയിലും അതിന്റെ സെല്ലുകളിലെ ഡിഫൻസ് മെക്കാനിസം പ്രതിരോധത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ് RNAi എന്ന് പറയുന്നത്. അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഹയർ ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ബയോടെക്നോളജിയിലൂടെ ഈ ഒരു പ്രോസസ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു നോക്കാം. അതായത് ബീറ്റ് കോഡൺ ഓർത്ത് നോക്കൂ. എന്തായിരുന്നു ബീറ്റ് കോഡന്റെ ഉപയോഗം? അതായത് കീടത്തെ സ്വയം നിയന്ത്രിക്കുന്ന ഒരു പ്ലാന്റ്, അതായത് കീടത്തെ ഒരു പ്രോട്ടീൻ ഉപയോഗിച്ച് കൊല്ലുന്ന ഒരു പ്ലാന്റ് ആണ് ബീറ്റി കോഡൺ നമ്മൾ പഠിച്ചത്, അല്ലേ? ആ ബീറ്റി കോഡണിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ കാരണം കീടം സ്വയം നശിച്ചു പോകും, ചത്തുപോകും. അതേപോലെ ഇവിടെ എടുത്തിരിക്കുന്ന ടുബാക്കോ പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന ഒരു നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസമാണ് RNAi. അതായത് ഇവിടെ ടുബാക്കോ പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന ഒരു നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യുക, ആ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക എന്ന ലക്ഷ്യമാണ് RNAiലൂടെ ബയോടെക്നോളജിയിലൂടെ സാധ്യമാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ RNAi എന്ന മെക്കാനിസത്തിലൂടെ ടുബാക്കോ പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അത് എങ്ങനെ നമുക്ക് നോക്കാം. ടുബാക്കോ പ്ലാന്റ്സിലേക്ക് ആദ്യം ഒരു ഫോറിജിൻ കൊണ്ടുവരണം, അല്ലേ? അപ്പൊ ഫോറിജിൻ ഒരു സോഴ്സ്, ഏതെങ്കിലും ഒരു സോഴ്സ് നിന്നായിരിക്കും ആ ഫോറിജിൻ എടുക്കുന്നത്. ഏതാണ് ആ സോഴ്സ് എന്ന് നോക്കാം. An infection by viruses having RNA genomes or mobile genetic elements or transposons that replicate via RNA intermediate. അതായത് ഏതെങ്കിലും ഒരു പ്ലാന്റിൽ RNA വൈറസ് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റ് അതിന്റെ എതിരെ അല്ലെങ്കിൽ അതിന്റെ ഡിഫൻസ് മെക്കാനിസം കാണിക്കും, അല്ലേ? ഏതെങ്കിലും ഒരു RNA വൈറസ് പ്ലാന്റ്സിനെ നശിപ്പിക്കാൻ ചെന്നാൽ ആ RNA വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ആ സെല്ല് എന്തെങ്കിലും ഒരു ഡിഫൻസ് മെക്കാനിസം എടുക്കില്ലേ? അതിന് കാരണമായ ജീൻ, അതാണ് ഇവിടുത്തെ സോഴ്സ്. അല്ലെങ്കിൽ മൊബൈൽ ജനറ്റിക് എലമെന്റ് എന്നറിയപ്പെടുന്ന ട്രാൻസ്പോസർ ഒരു ജമ്പിങ് ജീൻ എന്നറിയപ്പെടുന്ന ഒരു ജീൻ, അത് സാധാരണ RNA ഇന്റർമീഡിയറ്റ് വഴി റെപ്ലിക്കേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ജീനാണ്. ഈ രണ്ട് സോഴ്സുകളിൽ നിന്നായിരിക്കും ഫോറിൻ ജീൻ എടുക്കുന്നത്. ഒന്നുകിൽ RNA ഇൻഫെക്ട് ചെയ്ത പ്ലാന്റുകളിൽ നിന്നും അതിന് അവിടെ ഡിഫൻസ് മെക്കാനിസത്തിന് കാരണമായ ജീനിനെ നമ്മൾ ഫോറിൻ ജീൻ അല്ലെങ്കിൽ സോഴ്സ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ജമ്പിങ് ജീൻ അഥവാ ട്രാൻസ്പോസൺ എന്ന ജീനിനെയും എടുക്കുന്നു. ഈ രണ്ട് സോഴ്സുകളിൽ നിന്നുള്ള ജീനായിരിക്കും ഇവിടെ ഫോറിൻ ജീനായിട്ട് എടുക്കുന്നത്. ആ ഫോറിൻ ജീനെ നമുക്ക് ഹോസ്റ്റ് പ്ലാന്റ് ആയ ടുബാക്കയിലേക്ക് കൊണ്ടുവരണം. എന്തിനാണ് ടുബാക്കയിലേക്ക് കൊണ്ടുവരുന്നത്? ടുബാക്ക ചെടിയിൽ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ടുബാക്കയുടെ ഈൽഡിനെ നശിപ്പിക്കുന്ന ഒരു നെമറ്റോഡ് ഉണ്ട്. അതിന്റെ പേര് മെലോയിഡ്ജിൻ ഇൻകൊഹിനിറ്റ എന്നാണ്. മെലോയിഡ്ജിൻ ഇൻകൊഹിനിറ്റ എന്ന ഒരു നെമറ്റോഡ് കാരണം ടുബാക്കോ പ്ലാന്റ്സിന്റെ ഈൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ നെമറ്റോഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ആ ടുബാക്കോ പ്ലാന്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഫോറിൻ ജീൻ ടുബാക്കോ പ്ലാന്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ ജീൻ എടുത്തു. ഇത് സോഴ്സ് എവിടെയെന്ന് അറിയാലോ. സോഴ്സ് ആയിട്ടുള്ള രണ്ട് തരം ജീനുകളിൽ നിന്നാകാം എടുത്തിരിക്കുന്നത്. ആ സോഴ്സ് ഏതൊക്കെയാണ്? ആ ജീൻ അല്ലെങ്കിൽ RNA വൈറസ് ഇൻഫെക്ട് ചെയ്ത പ്ലാന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ജമ്പിങ് ജീൻ അഥവാ ട്രാൻസ്പോൺസ് നിന്നോ എന്ത് ചെയ്യുന്നു, സോഴ്സിൽ നിന്നും ജീൻ നമ്മൾ കടമെടുക്കുന്നു. അതിന് ഹോസ്റ്റ് പ്ലാന്റ് ആയ ടുബാക്കയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ചിത്രം നോക്കുക. ആ സോഴ്സിൽ നിന്നും ഹോസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു ജീനിനെ ഒരു ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് ഇൻസൈഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു വെക്ടർ വേണം, അല്ലേ? അപ്പൊ ഇവിടെ വെക്ടറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന ബാക്ടീരിയത്തിനെയാണ്. അതിന് സ്വാഭാവികമായിട്ട് TI പ്ലാസ്മിഡ് എന്നൊരു പ്ലാസ്മിഡ് ഉള്ളത് കൊണ്ട് തന്നെ ജീൻ ട്രാൻസ്ഫറിന് സഹായിക്കും. അപ്പൊ ഇവിടുത്തെ വെക്ടറായിട്ട് എടുത്തിരിക്കുന്നത് അഗ്രോബാക്ടീരിയം. ഓർക്കുക, അപ്പൊ അഗ്രോബാക്ടീരിയം വെക്ടർ, അതായത് അഗ്രോബാക്ടീരിയന്റെ പ്ലാസ്മിഡിലേക്കാണ് സോഴ്സിൽ നിന്നുള്ള ഫോറിൻ ജീനിനെ എടുത്ത് ഹോസ്റ്റ് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ടുബാക്കോയുടെ ഒരു സെല്ലിലേക്ക് നമ്മൾ ജീൻ ട്രാൻസ്ഫർ നടത്തും. ആ സെല്ലിനെ കൊണ്ടുപോയി ടിഷ്യൂ കൾച്ചർ നടത്തി പുതിയൊരു പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ ഓരോ സെല്ലുകളിലും ഈ ഫോറിൻ ജീൻ കാണും, അല്ലേ? ഇനി ആ ഫോറിൻ ജീൻ എന്താണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സോഴ്സിൽ നിന്ന് നമ്മൾ ഫോറിൻ ജീൻ എടുത്തു. ആ ഫോറിൻ ജീനെ അഗ്രോബാക്ടീരിയം എന്ന വെക്ടറിന്റെ സഹായത്താൽ എന്ത് ചെയ്തു, ഹോസ്റ്റ് പ്ലാന്റ് ആയി ടുബാക്കയിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ ടുബാക്കയുടെ ഓരോ സെല്ലുകളിലും ഈ ഫോറിൻ ജീൻ ഉണ്ടായിരിക്കും. അതെന്താണ് ചെയ്യുന്നത്? ഈ ഫോറിൻ ജീൻ രണ്ട് തരം RNAസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സെൻസ് RNA ആൻഡ് ആന്റി സെൻസ് RNA. സെൻസ് RNA എന്നും ആന്റി സെൻസ് RNA എന്ന രണ്ട് തരത്തിലുള്ള
RNAസുകളെ ഈ ഹോസ്റ്റ് പ്ലാന്റിലുള്ള ജീനോം അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആ ഫോറിൻ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫോറിൻ ജീൻ ഹോസ്റ്റ് പ്ലാന്റിൽ 2 RNAസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെയാണ് എന്റെ പേര്? സെൻസ് RNA, ആന്റി സെൻസ് RNA. ദേ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അതിനകത്ത് രണ്ടും പൂരകങ്ങളാണ്. ഈ DNA-കളുടെ 2 സ്ട്രാൻഡിന്റെ പ്രത്യേകത എന്താണ്? അത് കോംപ്ലിമെന്ററി ആണ്. 2 സ്ട്രാൻഡ് കോംപ്ലിമെന്ററി ആണ്. ഒരു സ്ട്രാൻഡിൽ അഡിനിൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് തൈമിനായിരിക്കും, സൈറ്റോസിൻ ആണെങ്കിൽ ഗുവാനിനായിരിക്കും. അതേപോലെ 2 കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA-കളാണ് ഈ ഹോസ്റ്റ് പ്ലാന്റിനുള്ളിൽ ഈ ഫോറിൻ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് സെൻസ് RNA, ആന്റി സെൻസ് RNA. ഈ 2 സ്ട്രാൻഡും കോംപ്ലിമെന്ററി ആയതുകൊണ്ട് തന്നെ അവ ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഡബിൾ സ്ട്രാൻഡ് RNA ആയിട്ട് മാറുന്നു. ഇപ്പൊ ഡബിൾ സ്ട്രാൻഡ് RNA ആയിട്ട് നമ്മുടെ പ്ലാന്റിനകത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലായിരിക്കും നെമറ്റോഡ്, ഏത് നെമറ്റോഡ്? മെലോയിഡിജിൻ ഇൻകൊഹിനിറ്റ എന്ന നെമറ്റോഡ് ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഏതെങ്കിലും പാർട്സ് കഴിക്കുന്നത് വഴി, കൺസ്യൂം ചെയ്യുന്നത് വഴി ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉള്ള സെല്ലുകൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ നെമറ്റോഡിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA നെമറ്റോഡിന്റെ സെല്ലുകളിലെ mRNA, മെസഞ്ചർ RNAയിൽ ബൈൻഡ് ചെയ്തിട്ട് അതിന്റെ പ്രവർത്തനമായ ട്രാൻസ്ലേഷനെ പ്രിവെന്റ് ചെയ്യും. mRNAയുടെ പ്രവർത്തനം എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആയ ട്രാൻസ്ലേഷൻ ആണ്, അല്ലെ? പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രോസസ്സായ ട്രാൻസ്ലേഷൻ ആണ് എല്ലാ mRNAയുടെയും പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ നെമറ്റോഡിന്റെ ബോഡിയിലെത്തിയ ഫോറിൻ ജീൻ പ്രൊഡ്യൂസ് ചെയ്ത സെൻസ് RNA, ആന്റി സെൻസ് RNA ചേർന്നുണ്ടായ ഡബിൾ സ്റ്റാൻഡ് RNA നെമറ്റോഡിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ mRNAയിൽ ബൈൻഡ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? നെമറ്റോഡിന് mRNAക്ക് അതിന്റെ പ്രവർത്തനമായ ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റാതെ, ആ നെമറ്റോഡിന് സർവ് ചെയ്യാൻ പറ്റാതെ, പ്രോട്ടീൻ നിർമ്മിക്കാൻ പറ്റാതെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനത്തിന് തടയപ്പെട്ടു, അല്ലെ? നമ്മൾ കൊടുത്ത ഫോറിൻ ജീൻ പ്രൊഡ്യൂസ് ചെയ്ത 2 RNA-കൾ ചേർന്നുള്ള ഡബിൾ സ്റ്റാൻഡ് RNA മറ്റൊരു ജീവിയുടെ mRNA-യുടെ പ്രവർത്തനത്തിനെ തടഞ്ഞു, ഇന്റർഫിയർ ചെയ്തു, സൈലൻസ് ചെയ്യിപ്പിച്ചു. ഇതിനെയാണ് സൈലൻസിങ് ഓഫ് mRNA എന്ന് പറയുന്നത്. ഇവിടെ സൈലൻസിങ് ഓഫ് mRNA വഴി ആ mRNA പ്രവർത്തനമായ ട്രാൻസ്ലേഷനെ പ്രിവെന്റ് ചെയ്തു. ഇതാണ് RNA ഇന്റർഫറൻസ് അഥവാ RNAi എന്ന് പറയുന്നത്. അപ്പൊ RNA മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ നോക്കാം, ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. സോഴ്സ് ഏതാണെന്ന് നോക്കാം. സോഴ്സ് RNA വൈറസ് ഇൻഫെക്ട് ചെയ്ത പ്ലാന്റുകളിൽ നിന്നോ ട്രാൻസ്പോസിൻ എന്ന ജെർമിൻ ജീനിൽ നിന്ന് ഫോറിൻ ജീൻ എടുക്കുന്നു. അഗ്രോബാക്ടീരിയം എന്ന വെക്ടറിന്റെ സഹായത്താൽ ഹോസ്റ്റ് പ്ലാന്റ് ആയി ടുബാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഹോസ്റ്റ് പ്ലാന്റിനുള്ളിലെ സെല്ലുകളിനുള്ളിൽ ഈ ഫോറിൻ ജീൻ 2 RNAസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെൻസ് RNA, ആന്റി സെൻസ് RNA. അത് ചേർന്നുണ്ടാവുന്ന അത് കോംപ്ലിമെന്ററി ആയതുകൊണ്ട് ഡബിൾ സ്റ്റാൻഡ് RNA ആയിട്ട് മാറുന്നു. അത് നെമറ്റോഡിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ mRNA പോയി ബൈൻഡ് ചെയ്ത് അതിന്റെ പ്രവർത്തനമായ ട്രാൻസ്ലേഷൻ എന്ന പ്രോട്ടീൻ സിന്തസിനെ തടയുന്നു, ഇന്റർഫിയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ ദിസ് മെക്കാനിസം ഈസ് കാൾഡ് RNA ഇന്റർഫറൻസ് ഓർ RNAi. ഇവിടെ സൈലൻസിങ് ഓഫ് mRNA ആണ് നടക്കുന്നത്. ആ mRNAയുടെ പ്രവർത്തനങ്ങളെ തടയുകയാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് പോസിബിൾ ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ സോഴ്സ് ഓഫ് 2 കോംപ്ലിമെന്ററി RNAs ഇൻ RNAi? RNAiൽ ഉപയോഗിക്കുന്ന 2 തരം RNAസിന്റെ, ആ കോംപ്ലിമെന്ററി RNAസിന്റെ സോഴ്സ് ഏതാണ്? ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? RNA ഇൻഫെക്ട് ചെയ്ത പ്ലാന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്സൻ അല്ലെങ്കിൽ ജെർമിൻ ജീനിൽ നിന്നായിരിക്കും. അതാണ് ആൻസർ. കണ്ടോ? RNA could be from an infection by viruses having RNA genome or mobile genetic element, ട്രാൻസ്പോർട്സൻ എന്നായിരിക്കാം എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ നെമറ്റോഡ് ഡാഷ് ഇൻഫെക്ട്സ് ദ റൂട്ട് ഓഫ് ടുബാക്കോ പ്ലാന്റ്സ് ആൻഡ് കോസസ് ഗ്രേറ്റ് റിഡക്ഷൻ ഇൻ ഈൽഡ്. ടുബാക്കോയുടെ ഈൽഡിനെ കുറയ്ക്കാൻ കാരണമാകുന്ന ആ നെമറ്റോഡിന്റെ പേരെന്ത്? മെലോയിഡിജിൻ ഇൻകൊഹിനിറ്റ. Infestation of Meloidigin incognita in tobacco plants can be prevented by a novel strategy. Name that strategy. അതായത് ടുബാക്കോ പ്ലാന്റ്സിന്റെ ഈൽഡ് കുറയ്ക്കാൻ കാരണമായ മെലോയിഡിജിൻ ഇൻകൊഗ്നിഷ്യയുടെ പ്രവർത്തനത്തിനെ ഒരു നോവൽ സ്ട്രാറ്റജി ഉപയോഗിച്ച് തടയാൻ പറ്റും. ആ സ്ട്രാറ്റജിയുടെ പേരെന്താണ്? അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇങ്ങനെ ചോദിക്കാം. ഇൻഫെസ്റ്റേഷൻ ഓഫ് നെമറ്റോഡ് കോസ് threat to cultivation and yield loss of tobacco plants. A novel strategy has been developed at RNA level to control this infestation. ട്യൂബാക്കോയുടെ ഈൽഡ് കുറയ്ക്കാൻ കാരണമായ നെമറ്റോഡിനെ ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നു. ആ സ്ട്രാറ്റജിയുടെ പേരെന്ത്? അങ്ങനെയും ചോദിക്കാം. അപ്പൊ രണ്ടിന്റെ ആൻസർ, അതായത് എ നെയിം ദ സ്ട്രാറ്റജി എന്ന് ചോദിച്ചിരിക്കുന്നത് RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi എന്നുള്ള. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോസസ് വർക്ക് അറ്റ് ദ മോളിക്കുലർ ലെവൽ. ഇത് മോളിക്കുലർ ലെവൽ വെച്ച്, തന്മാത്ര ലെവലിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് വർക്ക് ചെയ്യുന്നത്?
silencing of a specific mRNA due to the complementary double-strand RNA molecule that binds to and prevents translation of mRNA. അതായത് ഒരു mRNA പ്രവർത്തനത്തിനെ ഒരു ഡബിൾ സ്റ്റാൻഡ് RNA ഉപയോഗിച്ച് അതിന്റെ പ്രവർത്തനം തടയപ്പെടും. അത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡ് മോളിക്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ mRNA ബൈൻഡ് ചെയ്യിപ്പിച്ച് അതിന്റെ പ്രവർത്തനത്തിനെ തടയുകയാണ് ചെയ്യുന്നത്. Can you suggest how it can be used for producing nematode resistant plant? ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നെമറ്റോഡ് റെസിസ്റ്റന്റ് പ്ലാന്റുകളെ, നെമറ്റോഡിന്റെ എന്താണ് അറ്റാക്ക് ഇല്ലാത്ത ഒരു പ്ലാന്റിനെ, ടുബാക്കോ പ്ലാന്റിനെ എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും? യൂസിങ് അഗ്രോബാക്ടീരിയം വെക്ടർ നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് വെയർ ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഹോസ്റ്റ് പ്ലാന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രോബാക്ടീരിയം വെക്ടർ ഉപയോഗിച്ച് ആ പറഞ്ഞിരിക്കുന്ന എന്താണ് ഫോറിൻ ജീനിനെ ഹോസ്റ്റ് പ്ലാന്റ് ആയ ടുബാക്കോയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. The introduction of DNA was such that it produced both the sense and antisense RNA in the host cell. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഫോറിൻ ജീൻ രണ്ടു തരം RNAs ആയ സെൻസ് RNAയും ആന്റിസെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. These two RNAs being complementary to each other formed a double-stranded RNA that initiate RNAi and thus silenced the specific mRNA of nematode. ഇങ്ങനെ ഉണ്ടായ രണ്ട് RNA ചേർന്നുണ്ടാവുന്ന ഡബിൾ സ്റ്റാൻഡ് RNA എന്ന പ്രോസസ്സിന് തുടക്കമാകുന്നു. അത് എന്ത് ചെയ്യുന്നു? mRNA ബൈൻഡ് ചെയ്ത് അതിന്റെ പ്രവർത്തനത്തിനെ സൈലൻസ് ചെയ്യിപ്പിക്കും. മേൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ആയിട്ട് ഒരുപാട് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും RNAi നന്നായിട്ട് വായിക്കുക. മാക്സിമം ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ലെവലിലൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. RNAi എന്ന ടോപ്പിക്കിൽ ഉണ്ടായിരുന്ന ഡൗട്ട് മാറി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.